ഹലോ ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ കേട്ടോ. ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ നേരെ വീട്ടിന് പുറത്തിറങ്ങി കേട്ടോ. എനിക്ക് എത്ര ശ്രമിച്ചിട്ട് ആ കഥ അങ്ങ് കൂട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറേ ശ്രമിച്ച് എൻ്റെ കൈയൊക്കെ പോയിട്ടോ. അപ്പം ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ അടയ്ക്കാൻ നോക്കി. എന്നിട്ട് അമ്മ പറഞ്ഞു ഇങ്ങ് വാ, ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചാരിയിട്ട് പെട്ടെന്ന് വന്നു കേട്ടോ. നമ്മുടെ പള്ളി വീട്ടിൻ്റെ അടുത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തും കേട്ടോ. എത്ര വൈകിപ്പോയാലും നമ്മൾ പെട്ടെന്ന് എത്തും. പിന്നെ ഞാനിങ്ങനെ കൈ കെട്ടിയിട്ട് പോകത്തുള്ളൂ, കാരണം എനിക്കിങ്ങനെ പോകണതാണ് ഇഷ്ടം. പിന്നെ നമ്മൾ നേരെ എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, കാരണം എൻ്റെ പാപ്പായും ഷേർലിയമ്മയൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ഈ രണ്ട് സൈഡിലെല്ലാം ചെടി കണ്ടോ, ഞാൻ അമ്മയടുത്ത് പറയുന്നു ഇതേപോലത്തെ സാധനം തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത്. അപ്പം ഞാൻ അമ്മയടുത്ത് പറയുന്നു ഇത് ഞാൻ എവിടെയോ കണ്ടുപരിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് വീട്ടിലുള്ളതെന്നൊക്കെ പറഞ്ഞു. നമ്മളിങ്ങനെ സംസാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പള്ളിയിലേക്ക് വരുന്നു കേട്ടോ. ഇന്ന് ഗീവർഗീസ് പുണ്യാളൻ്റെ തിരുനാളായതുകൊണ്ട് ഈ അച്ഛനാണ് കേട്ടോ കുർബാന ചൊല്ലിയത്. അതുമാത്രമല്ല അൽഫോൺസാമ്മയുടെ നൊവേനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അൽഫോൺസാമ്മയുടെ പള്ളിയാണല്ലോ ഇത്, അപ്പോൾ ഈ ദിവസം നൊവേനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നൊവേനയും കുർബാനയൊക്കെ കൂടിയിട്ട് രൂപം തൊട്ടുമുത്താനായിട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പം യോസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ രൂപം നമ്മൾ തൊട്ടുമുത്തി, എല്ലാവരുടെ രൂപം നമ്മൾ തൊട്ടുമുത്തിയിട്ടു. അവിടുത്തെ കുമ്പസാരക്കൂട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രസമായിട്ട് തോന്നി കേട്ടോ. കാരണം എന്താ, ഇതേപോലെ കയ്യും ഈശോയുടെ രൂപമൊക്കെ വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടു കിട്ടും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടു. അപ്പം നമ്മൾ നേരെ ഗേറ്റൊക്കെ തുറന്ന് ഞാൻ നേരെ ചെരുപ്പൊക്കെ വെക്കാനായിട്ട് പോവാണ് കേട്ടോ. വൈകിട്ടായപ്പം ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം അപ്പോഴേക്കും ലീലാമ്മ ചേച്ചിയും ചിറ്റമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പ നനയ്ക്കാനായിട്ട് ചിറ്റമ്മ എന്നെ സഹായിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കടയിൽ പോവാ, അങ്ങനെയാണ് എന്ത് വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് രാത്രിയായ സമയത്ത് കിഷോറങ്കളും അവരെല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിഷോറങ്കൾ എൽഫേൻ്റെയും എല്ലാവരും ഉണ്ടായിരുന്നു. പാപ്പായ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പാപ്പായുടെ പല്ലൊക്കെ എടുത്തു കേട്ടോ, പല്ലുവേദന ആയതുകൊണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഫുള്ള് ഉറക്കത്തിലായിരുന്നു ഗൈസ്. പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനാണെങ്കിൽ അങ്ങനെ ഭയങ്കര ക്ഷീണത്തിൽ വരുമായിരുന്നു കേട്ടോ. അപ്പം ഷേർലിമേനൊക്കെ കണ്ടപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ച് ഞങ്ങളങ്ങനെ സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ചാച്ചാ.